Welcome to PEPP Learning. CUT PG 2024 എക്സാമിനേഷൻ്റെ ഡേറ്റ് എടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള സിറ്റി ഇൻഫർമേഷൻ സ്ലിപ്പ് അതുപോലെ തന്നെ ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു എക്സാമിനേഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഇനി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്ന എക്സാമിനേഷൻസിന് അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ pgcut.samarth.ac.in എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി പിന്നും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും നോട്ടിഫിക്കേഷൻ വന്നത് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് പറയുന്നത്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിൽ ബി കണ്ടക്ടിങ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഫോർ admissions to postgraduate courses for the academic session 2024 between 11th March to 28th March in the computer based mode. 11ാം തീയതി മുതൽ 28ാം തീയതി വരെ നടക്കുന്ന പരീക്ഷയിലാണ് NTA എക്സാമിനേഷൻ നടത്തുന്നത്. ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാം. അഡ്മിറ്റ് കാർഡ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ഓൺ 11th March 2024 ആർ ഹോസ്റ്റഡ് എന്നാണ് പറഞ്ഞത്. അതായത് 11ാം തീയതി പരീക്ഷ നടക്കുന്ന കോഴ്സുകൾ. അപ്പോൾ 11ാം തീയതി ഏതൊക്കെ പരീക്ഷകളാണ് നടക്കുന്നതെന്ന് നോക്കാം. 11ാം തീയതിയിലെ ഷെഡ്യൂൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഷെഡ്യൂൾ അനുസരിച്ച് 11ാം തീയതി നടക്കുന്ന പരീക്ഷ, അപ്പോൾ ഈ പറയുന്ന എക്സാമിനേഷൻസ് ഉള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 11ാം തീയതി ശിക്ഷാചാര്യ, പുരാണതിഹാസ്, സംവേദ, ശുക്ല യജുർവേദ, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ആർട്ട്, മ്യൂസിക്, കർണാട്ടിക്, LAQP 05, അറബിക്, മണിപ്പൂരി, നേപ്പാളി, പാലി, പഷ്തോ, ഹിന്ദി, ഇലക്ട്രോണിക്സ്, ജിയോളജി, ഫാർമസി, ധർമ്മശാസ്ത്ര, കൃഷ്ണ യജുർവേദ, വ്യാകരണം, ജിയോഗ്രഫി, പ്ലാസ്റ്റിക് ആർട്സ്, ചൈനീസ്, ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ ധർമ്മവിജ്ഞാൻ, അതുപോലെ തന്നെ അങ്ങനെ കുറേ വേദാന്ത, ഡിസാസ്റ്റർ സ്റ്റഡീസ്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഡിസൈൻ, ഗറോ, കുക്ബറോക്ക്, അതുപോലെ തന്നെ നാനോ ഇലക്ട്രോണിക്സ്, മൈക്രോബയോളജി തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ. അതാണ് 11ാം തീയതി നടക്കുന്നത്. 11ാം തീയതി നടക്കുന്ന എക്സാമിനേഷനിലുള്ള ആളുകൾക്കുള്ള ഡേറ്റ് അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ബാക്കിയുള്ള അഡ്മിറ്റ് കാർഡുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അവരുടെ വെബ്സൈറ്റ് ശ്രദ്ധിക്കാമെന്ന് പ്രത്യേകം ഓർത്ത് വെക്കേണ്ടതാണ്. അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അഡ്മിറ്റ് കാർഡിനെ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് അഡ്വൈസുകൾ പറയുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ അഡ്മിഷനുള്ള ബേസിക് എലിജിബിലിറ്റി അല്ല. അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് സബ്ജക്ട് ടു ദ ഫുൾഫിൽമെന്റ് ഓഫ് യുവർ എലിജിബിലിറ്റി കണ്ടീഷൻസ്. അഡ്മിറ്റ് കാർഡ് കിട്ടി എന്നുള്ളത് എനിക്ക് യോഗ്യത കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അഡ്മിറ്റ് കാർഡ് വിൽ നോട്ട് ബി സെൻഡ് ബൈ പോസ്റ്റ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് പോസ്റ്റൽ വഴി അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതല്ല, വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് മ്യൂട്ടിലേറ്റ് ദ അഡ്മിറ്റ് കാർഡ് ഓർ ചേഞ്ച് എനി എൻട്രി മെയ്ഡ് ദെയറിൻ. അതിലുള്ള ഒന്നും വ്യത്യാസങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ അതിനെ കോലം കെടുത്താനോ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അഡ്മിറ്റ് കാർഡ് ഹൗവർ ഷാൽ നോട്ട് നെസസറിലി മീൻ ആക്സെപ്റ്റൻസ് ഓഫ് എലിജിബിലിറ്റി. നിങ്ങൾ കൊടുത്ത എലിജിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നല്ല അഡ്മിറ്റ് കാർഡിൻ്റെ അർത്ഥം. അത് പിന്നീട് അടുത്ത സ്ക്രൂട്ടിനിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങളുടെ എലിജിബിലിറ്റി പരിശോധിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു പ്രിസർവ് എ കോപ്പി ഓഫ് ദർ അഡ്മിറ്റ് കാർഡ് ഇൻ ഗുഡ് കണ്ടീഷൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. പരീക്ഷ കഴിഞ്ഞ് അഡ്മിറ്റ് കാർഡ് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് വലിച്ച് കീറി പോരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞാലും നിങ്ങൾ കീപ് ദ ഹാർഡ് കോപ്പി ഓഫ് ദി അഡ്മിറ്റ് കാർഡ് വെരി നീറ്റ്ലി. അത് നിങ്ങൾ നല്ല കണ്ടീഷനിൽ സൂക്ഷിക്കുക. കാരണം ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUT PG എക്സാമിനേഷൻ കഴിഞ്ഞാലും വലിയ പ്രോസസ്സ് ഇനി നടക്കാനുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വിളിക്കാനുണ്ട്, അവരുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്, അഡ്മിഷൻ വിളിക്കും, അതിൽ അപ്ലൈ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി പ്രോസസ്സുകളൊക്കെ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് ചെയ്യണം എന്നുള്ളതാണ്. NTA വെബ്സൈറ്റ് റെഗുലർലി സന്ദർശിക്കുക തുടങ്ങിയിട്ടൊക്കെയുള്ള സംഗതിയാണ്. ഡൗൺലോഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഡിസ്ക്രിപ്പൻസി തുടങ്ങിയുള്ള സംഗതികളുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ NTAക്ക് ഇമെയിൽ അയക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ CUT എക്സാമിനേഷന് ഒരുങ്ങാനുള്ള സമയമായി. ലാസ്റ്റ് മൊമെന്റ് എന്നുള്ള നിലയ്ക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മറ്റ് സബ്ജക്റ്റുകളുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിരിക്കും. അതിനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് പറയാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയും ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.